ഷിൻഷിയെ കൊന്ന് അവൻ്റെ ശക്തിയെല്ലാം തട്ടിയെടുത്തുകൊണ്ട് ബിങ്ഷു ഒരു ഡീമനായി മാറുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ഷാവോയും ഹോങ്ങയും ഇതൊന്നും അറിയാതെ മുമ്പ് അവൾ ഡ്രാഗൺ ആയിരുന്ന സമയത്ത് താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. ഡ്രാഗൺ വേൾഡിന്റെ ഭാഗമായ കുൻലുൻ മിറർ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചാണ് അവർ വന്നിരിക്കുന്നത്. ഈ വരുന്ന വഴിയിൽ ഹോങ്ങയോട് അവൾ മുമ്പ് നടന്നതൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോങ്ങെ അതിൻ്റെ വിഷമത്തിലാണ്. മനുഷ്യരും ഡീമൻസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇത്രയ്ക്ക് വഷളാവാൻ താനാണ് ശരിക്കുമുള്ള കാരണം എന്നറിഞ്ഞത് അവനെ വിഷമിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ശരിക്കുമുള്ള കാരണം അവനല്ല, യൂലി സ്പ്രിംഗ് ആണ് ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്ന് പറഞ്ഞ് ഷാവോ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹോങ്ങിക്ക് അതിനെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നുമില്ലെങ്കിലും അന്നത്തെ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വന്നാലും ഇപ്പോഴും അവളോടുള്ള ഇഷ്ടത്തിന് ഒട്ടും മാറ്റം വന്നിട്ടില്ല എന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ആ കുൻലുൻ മിററിൻ്റെ ഭാഗം അവർക്ക് കാണാൻ സാധിക്കുന്നു. അവൻ്റെ പ്രണയത്തെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അത് മുമ്പത്തെ ഡ്രാഗൺ വേൾഡിൻ്റെ ഭാഗമായിട്ടുള്ള പീസാണ് എന്ന് ഷാവോയ്ക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവർ അത് ശേഖരിക്കുന്നുണ്ട്. കുൻലുൻ മിററിൻ്റെ ഭാഗം അന്വേഷിച്ചു തെങ്ഷെ പോയത് അവൻ്റെ വംശക്കാർ മുമ്പ് ജീവിച്ചിരുന്ന സ്ഥലത്തേക്കായിരുന്നു. അവിടെ ഇപ്പോൾ മനുഷ്യരെയാണ് അവന് കാണാൻ സാധിച്ചത്. പക്ഷേ അവർക്കാർക്കും ജീവനുണ്ടായിരുന്നില്ല. കുറേ ഡെഡ് ബോഡീസ് മാത്രമാണ് കുറേയൊക്കെ തിരിഞ്ഞിട്ടും അവന് കണ്ടെത്താൻ സാധിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിൽ ഒരു സ്ത്രീയെ മാത്രം അവൻ ജീവനോടെ കണ്ടെത്തുന്നു. പക്ഷേ അവരും മരണത്തോടടുത്ത അവസ്ഥയിലായിരുന്നു. അത്രയ്ക്ക് അവശയായിരുന്നു. ഇവനെ കണ്ടപ്പോൾ അവർ ആദ്യം ഇവൻ ഒരു ഇമ്മോർട്ടൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇമ്മോർട്ടൽ അല്ല, ഡീമനാണ് എന്ന് പറഞ്ഞ് തെങ്ഷെ അവരെ ഒന്ന് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മരണം അടുക്കാറായ അവർക്ക് എന്ത് പേടി? ഈ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം എന്താണ് സംഭവിച്ചതെന്ന് തെങ്ഷെ അവരോട് ചോദിക്കുന്നുണ്ട്. അവരുടെ സംഘം പല പല സ്ഥലങ്ങളിലായി മാറി മാറി താമസിച്ചുകൊണ്ടിരുന്നവരാണ്. അങ്ങനെയാണ് അവസാനം ഇവിടെ എത്തിയത്. ഇവിടെയും വെള്ളപ്പൊക്കവും മറ്റ് പല പ്രശ്നങ്ങളും കാരണം അവർ പട്ടിണിയിലായി. അങ്ങനെ എല്ലാവരും പട്ടിണി കിടന്ന് മരിക്കും എന്നുള്ള അവസ്ഥയിലായപ്പോഴാണ് മലവെള്ളപ്പാച്ചിലൂടെ ഒരു പൈത്തോണിൻ്റെ ഡെഡ് ബോഡി അവിടേക്ക് ഒഴുകി വന്നത്. വിശപ്പടങ്ങാൻ വേണ്ടി അവർ ആ പൈത്തോണിൻ്റെ തൊലി ഉരിഞ്ഞ് അത് സൂപ്പ് വെച്ച് കുടിച്ചു. അതിൻ്റെ അടുത്ത ദിവസം മുതൽ അവർക്ക് ഒരു മാറാരോഗം വ്യാപിച്ചിരിക്കുകയാണ്. അതൊരു പകർച്ചവ്യാധി പോലെ ആ ഗ്രാമത്തിലെ എല്ലാവരെയും പിടികൂടി പലരും മരിച്ചു കഴിഞ്ഞു. ഇവരും മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി തങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല എന്നൊക്കെ അവർ പറയുന്നു. അവർ ഈ കഴിച്ചു എന്ന് പറയുന്ന പൈത്തോൺ തങ്ങളുടെ വംശത്തിൻ്റെ അവസാനത്തെ ആളായിരുന്നിരിക്കണമെന്ന് തെങ്ഷെയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വല്ലാത്ത ദേഷ്യത്തിലാവുന്നു. അവരോട് നന്നായി ദേഷ്യപ്പെടുന്നുകൊണ്ട് അവരെ കൊല്ലാനും തുടങ്ങുന്നു. ഞങ്ങൾ അതിനെ കൊന്നതല്ല, ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ അത് ഓൾറെഡി മരിച്ചിരിക്കുകയായിരുന്നു. വിശപ്പടക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് അവർക്ക് അറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. തെങ്ഷിക്ക് അവരെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിലും അപ്പോഴത്തെ അവസ്ഥയിൽ അവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ലാത്തതുകൊണ്ട് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു സഹായം ചെയ്തു തരുമോ എന്ന് ചോദിച്ച് അവർ അവൻ്റെ ഡ്രസ്സിൽ കയറി പിടിക്കുന്നുണ്ട്. അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അത് അവരുടെ കുഞ്ഞാണ്. ഇനി ആ ഗ്രാമത്തിൽ ആരും ജീവനോടെ ബാക്കിയില്ല. അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും അതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി രക്ഷപ്പെടുത്തണമെന്നാണ് അവർ അവനോട് അപേക്ഷിക്കുന്നത്. പക്ഷേ തൻ്റെ വംശക്കാരെ തിന്ന് അവരെ സഹായിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ എതിർക്കുന്നുണ്ട്. ആ കുഞ്ഞ് എന്തായാലും ആ സൂപ്പ് കുടിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ ഈ പാപത്തിൽ പങ്കില്ല. അവനെങ്കിലും ഇവിടെ നിന്ന് ജീവനോടെ രക്ഷിക്കണമെന്ന് അവർ വീണ്ടും പറയുന്നുണ്ട്. തെങ്ഷെ തിരിച്ചെന്തോ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. കുട്ടിയെ മൈൻഡ് ചെയ്യാതെ തെങ്ഷെ അവിടെ നിന്ന് ആദ്യം പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. അങ്ങനെ അവൻ തിരികെ ചെന്ന് ആ കുഞ്ഞിനെ കയ്യിലെടുക്കുന്നു. അതിൻ്റെ ഓമനത്തമുള്ള മുഖം കണ്ടപ്പോൾ അതിനെ ഉപേക്ഷിച്ച് പോകാൻ അവന് മനസ്സ് വരുന്നില്ല. അങ്ങനെ അതിനെ കൂടെ കൊണ്ടുപോകാമെന്ന് അവൻ തീരുമാനിക്കുന്നുണ്ട്. ഈ സമയത്ത് ആ കുഞ്ഞ് കിടന്നിരുന്ന സ്ഥലത്ത് കുൻലുൻ മിററിൻ്റെ ഒരു ഭാഗം അവന് കാണാൻ സാധിക്കുന്നു. അവൻ്റെ വംശക്കാരുടെ പേളിൻ്റെ ഇപ്പോഴത്തെ ഭാഗമാണത്. കുൻലുൻ മിററിൽ സിഗ്നസ് എന്ന ഭാഗമായിരിക്കും അതെന്ന് അവൻ ഊഹിക്കുന്നുണ്ട്. അങ്ങനെ അതും എടുത്ത് ആ കുഞ്ഞിനെയും കൊണ്ട് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയത്ത് പിയാൻ അവനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിയാൻ മാത്രമല്ല, അവളുടെ കൂടെ തന്നെ ബിങ്ഷുവും ഉണ്ട്. അവരെ കണ്ടപ്പോഴേ ഫൈറ്റ് സീനാണെന്ന് തെങ്ഷെയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ കുഞ്ഞിനെ സേഫായൊരിടത്ത് വെച്ചിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നു. പിയാനാണ് ആദ്യം അവനെ അറ്റാക്ക് ചെയ്തത്. തെങ്ഷെ ആദ്യം നന്നായി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബിങ്ഷുവിന് ഇപ്പോൾ ഷിൻഷിയുടെ പവർ ഉള്ളതുകൊണ്ട് അവൻ കൂടുതൽ സ്ട്രോങ് ആയിരിക്കുന്നു. അതുകൊണ്ട് തെങ്ഷെയുമായി നേർക്കുനേർ നിന്ന് ഫൈറ്റ് ചെയ്യാൻ അവനിപ്പോൾ സാധിക്കുന്നുണ്ട്. അങ്ങനെ ബിങ്ഷു അടുത്ത് വന്നപ്പോഴാണ് അവൻ്റെ ശരീരത്തിൽ ഷിൻഷിയുടെ പവർ ഉള്ള കാര്യം തെങ്ഷെയ്ക്ക് മനസ്സിലാവുന്നത്. അതവൻ്റെ ശ്രദ്ധയൊന്ന് തെറ്റിക്കുന്നുണ്ട്. ഈ സമയത്ത് പിയാൻ അവനെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നു. അങ്ങനെ തെങ്ഷെ വീണ് പോകുന്നു. അവൻ പിന്നെയും എഴുന്നേറ്റ് തൻ്റെ പൈത്തോൺ രൂപം പുറത്തെടുത്ത് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള ആക്രമണത്തിൽ അവന് നന്നായി പരിക്കേൽക്കുന്നു. ഈ അവസ്ഥയിലും അവൻ ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. അതിനെ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തുള്ള കുടിലെല്ലാം കൂടി ഇടിഞ്ഞു വീഴുന്നത് കണ്ട് വേഗം ചെന്ന് അവിടെ നിന്ന് അവൻ സേഫായി പുറത്തെത്തിക്കുന്നു. അപ്പോഴേക്കും അവൻ്റെ നില വളരെ മോശമായിരുന്നു. തൻ്റെ മരണം അടുത്തെത്തിയെന്ന് അവന് മനസ്സിലാവുന്നു. മരിക്കുന്നതിന് മുമ്പ് ഷാവോയ്ക്കൊപ്പം ഒരിക്കൽ കൂടി ഒരുമിച്ചിരുന്ന് ഒരു ഗ്ലാസ് വൈൻ കഴിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം അവൻ പറയുന്നുണ്ട്. അതിനുശേഷം അവൻ അവിടെ നിന്ന് മരിക്കുകയാണ്. പിയാൻ വേഗം ചെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ വാങ്ങി സേഫായി പിടിക്കുന്നുണ്ട്. ബിങ്ഷു തെങ്ഷെയുടെ അടുത്തേക്ക് നിന്ന് അവൻ്റെ ശക്തി കൂടി തൻ്റെ ശരീരത്തിലേക്ക് ആക്കുന്നു. അങ്ങനെ അവനിപ്പോൾ കൂടുതൽ സ്ട്രോങ് ആയിരിക്കുന്നു. ഹേവു ഈ സമയം ബോധക്കേട് അഭിനയിച്ച് കിടക്കുന്ന ആ അസിസ്റ്റന്റിൻ്റെ അടുത്ത് നിന്ന് അയാളെ ഉണർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാൾ അഭിനയിച്ച് തകർക്കുകയാണ്. ഇപ്പോഴും ചത്തതുപോലെ കിടക്കുകയാണ്. ഹേവു അടുത്ത് കിടപ്പുണ്ടായിരുന്ന ഒരു വാളെടുത്ത് ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വീശുന്നുണ്ട്. ഈ ശബ്ദം കേട്ടതും അസിസ്റ്റന്റ് ചാടി എഴുന്നേറ്റ് അവൻ്റെ ശക്തി കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നുള്ള രീതിയിൽ കുറച്ച് തകർത്ത് അഭിനയിക്കുന്നുണ്ട്. ഈ അഭിനയം മതിയാക്കിയിട്ട് എൻ്റെ കൂടെ വരാൻ ഹേവ് പറയുന്നു. കാരണം ഇയാൾ ഈ ബോധക്കേട് അഭിനയിക്കുന്നതൊക്കെ ഹേവ് നേരത്തെ കണ്ടുകൊണ്ട് നിന്നാണല്ലോ.
ഹോങ്ങയും ഷാവോയും കൂടി ഈ സമയം തങ്ങൾക്ക് കിട്ടിയ കുൻലൻ മിററിന്റെ ഭാഗവുമായിട്ട് ഹോങ്ങയുടെ സ്ഥലത്ത് തിരികെ എത്തുന്നുണ്ട്. ഷാമു അവരെ വെൽക്കം ചെയ്യുന്നു. ബാക്കി ആരും ഇതുവരെ എത്തിയിട്ടില്ല എന്നും അവൻ അറിയിക്കുന്നു. ഹോങ്ങെ താൻ കൊണ്ടുവന്ന പീസ് അവിടെ ഉണ്ടായിരുന്ന ബാക്കി പീസിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുന്നു. ഓഹൻ അവൻ്റെ വംശക്കാർ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്തെത്തി അവിടെയുള്ള ആ രഹസ്യവാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആരോ അങ്ങോട്ടേക്ക് വരുന്നതുണ്ട്. പെട്ടെന്ന് ആ വാതിൽ അടയ്ക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ തെങ്ഷെ അവിടെ നിൽക്കുന്നതാണ് അവൻ കണ്ടത്. തനിക്ക് കുൻലൻ മിററിന്റെ ഭാഗം കിട്ടിയെന്ന് പറഞ്ഞ് തെങ്ഷെ തൻ്റെ കയ്യിലുണ്ടായിരുന്നത് അവനെ കാണിക്കുന്നു. എന്നിട്ട് അവന് കിട്ടിയത് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഓഹൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഓഹൻ തെങ്ഷെ അറ്റാക്ക് ചെയ്യുന്നു. രണ്ടുപേരും തമ്മിൽ ഫൈറ്റും നടക്കുന്നുണ്ട്. ഈ ഫൈറ്റിൻ്റെ അവസാനം ബിങ്ഷു അങ്ങോട്ടേക്കെത്തി തെങ്ഷയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എൻ്റെ അടുത്ത് നിങ്ങളുടെ ട്രിക്കൊന്നും വേണ്ട, എനിക്കിതൊക്കെ മനസ്സിലായെന്ന് ഓഹൻ പറയുന്നു. അതോടെ തെങ്ഷെ പിയാനായി മാറുന്നുണ്ട്. അവളാണ് വേഷം മാറി അങ്ങനെ വന്നത്. ബിങ്ഷുവിൻ്റെ ശരീരത്തിൽ തെങ്ഷയുടെയും ഷിൻഷിയുടെയും ശക്തി ഉണ്ട് എന്ന് ഓഹന് മനസ്സിലാവുന്നു. അവർ എവിടെയെന്നും അവൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ രണ്ടുപേരും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു, ഇനി നിൻ്റെ ചാൻസാണ് എന്ന് ബിങ്ഷു പറയുന്നുണ്ട്. ഓഹൻ അവരുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ബിങ്ഷുവിന് ഇപ്പോൾ 2 ഗ്രേറ്റ് ഡീമൺസിൻ്റെ പവർ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഓഹന് അവൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനേ പറ്റുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അവന് പരിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ബിങ്ഷു അവനെ പിടികൂടുന്നുണ്ട്. അവർ തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുന്നു. ആകാശത്തൂടെയാണ് ഇവർ ഈ ഫൈറ്റ് ചെയ്യുന്നത്. അവസാനം നിലത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഓഹൻ്റെ നില വളരെ മോശമായിരുന്നു. അവൻ്റെ കയ്യിലുള്ള കുൻലൻ മിററിന്റെ ഭാഗം പുറത്തെടുക്കാൻ ബിങ്ഷു ആവശ്യപ്പെടുന്നു. ഓഹൻ അത് കയ്യിലെടുത്തിട്ട് അവനോട് വന്ന് വാങ്ങിക്കൊള്ളാൻ പറയുന്നു. അതിനായി ബിങ്ഷു അടുത്തേക്ക് വന്ന സമയത്ത് ഓഹൻ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് എന്തോ ഒരു ശക്തി പ്രയോഗിച്ച് അവനെ കൂടി തൻ്റെ ഒപ്പം കൊല്ലാനായി ശ്രമിക്കുന്നു. ബിങ്ഷുവിന് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഓഹൻ്റെ ഒപ്പം അവനും മരിക്കുമെന്നായപ്പോൾ പിയാൻ പെട്ടെന്ന് ഇടപെട്ട് അതിനുള്ളിലേക്ക് കയറി ബിങ്ഷുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഓഹൻ്റെ ഈ ശക്തി അവൾക്ക് കാര്യമായി പരിക്കേൽപ്പിക്കുന്നുണ്ട്. ബിങ്ഷു തൻ്റെ ശക്തി ഉപയോഗിച്ച് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇനി അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. തൻ്റെ ആ ക്രിസ്റ്റൽ ഹേർട്ട് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പിയാൻ അറിയിക്കുന്നു. കുൻലൻ മിററിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി കണ്ടെത്തി ആ യൂലി സ്പ്രിങ് കണ്ടെത്തി അവളെ രക്ഷപ്പെടുത്താൻ എത്രയും പെട്ടെന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞ് ബിങ്ഷു അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും പിയാൻ അവനെ പിടിച്ചു നിർത്തിയിട്ട് ടാനറെ തനിക്ക് ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹമുണ്ട് എന്ന് അറിയിക്കുന്നു. ബിങ്ഷു ടാനറെ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. തൻ്റെ മൂന്നാമത്തെ ആഗ്രഹം എന്താണെന്ന് അവൾ ഈ സമയത്ത് പറയുന്നു. ടാനറും ബിങ്ഷുവും തമ്മിൽ വീണ്ടും ഒരുമിച്ച് കാണണം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ മയങ്ങി വീണ് പോകുന്നുണ്ട്. ബിങ്ഷു അവളെ ഉണർത്താൻ ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നില്ല. യൂലി സ്പ്രിങ് കണ്ടെത്തിയാൽ അവളെ രക്ഷപ്പെടുത്താൻ സാധിച്ചേക്കും എന്നൊരു പ്രതീക്ഷ അവനുണ്ടാവുന്നു. അവളുടെ പ്രൊട്ടക്ഷൻ ടാനറെ ഏൽപ്പിച്ചിട്ട് അവൻ അതിനായി പുറപ്പെടുന്നുണ്ട്. ആദ്യം അവൻ ഓഹൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ ശക്തി കൂടി തൻ്റെ ഉള്ളിലേക്കാക്കുന്നു. എന്നിട്ട് അവൻ ഹോങ്ങെ അന്വേഷിച്ച് പുറപ്പെടുന്നുണ്ട്. ഡീമൻ വാലിയുടെ പുറത്ത് നിന്ന് ആ പ്രൊട്ടക്ഷൻ ബാരിയർ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ ഹോങ്ങയെ പുറത്തേക്ക് വിളിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന മൈനർ ഡീമൻസ് ഒക്കെ ആകെ പേടിക്കുന്നുണ്ട്. ഹോങ്ങയെ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഷിങ്ഷിയും ഓഹനും തെങ്ഷയും തിരികെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഷാവോ അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. ഇനി അവർ തിരികെ വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിങ്ഷുവിൻ്റെ ശക്തി ഇത്രയധികം കൂടിയതിന് കാരണം അവൻ അവരെ കൊന്ന് അവരുടെ ശക്തി എടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇനി അവരെ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. എന്തായാലും എനിക്ക് ഈ യുദ്ധം ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് അവളുടെ നെറ്റിയിലൊന്ന് കിസ് ചെയ്തിട്ട് അവൻ ബിങ്ഷുവിനെ നേരിടാനായി പുറപ്പെടുന്നു. ബിങ്ഷു കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഹോങ്ങി അവൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നുണ്ട്. താനിപ്പോൾ കൂടുതൽ സ്ട്രോങ് ആയിരിക്കുന്നത് കാരണം അവനുമായി നേർക്കുനേരെയുള്ള യുദ്ധത്തിനാണ് വന്നിരിക്കുന്നതെന്ന് ബിങ്ഷു അവനെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഫൈറ്റ് തുടങ്ങുന്നു. ഹോങ്ങെ ആദ്യം തന്നെ ബിങ്ഷുവിനെ നന്നായി പ്രഹരിക്കുന്നുണ്ട്. ഇങ്ങനെ 3 തവണ ബിങ്ഷുവിന് അടികിട്ടി താഴെ വീഴുന്നുണ്ട്. അവൻ പിന്നെയും എഴുന്നേറ്റ് ഹോങ്ങയുടെ മുന്നിലേക്ക് വരികയാണ്. ഈ 3 ഇടിയും ഷിങ്ഷിക്കും ഓഹനും തെങ്ഷയ്ക്കും വേണ്ടി ഞാൻ നിനക്ക് നൽകിയതാണ് എന്ന് ഹോങ്ങെ പറഞ്ഞപ്പോൾ മുമ്പ് ഡ്രീം ദേവതയുടെ കസ്റ്റഡിയിലായിരുന്ന സമയത്ത് ബിങ്ഷു കൊല്ലപ്പെടേണ്ടതായിരുന്നല്ലോ. അന്ന് തന്നെയും ഷാവോയെയും പിയാനെയും രക്ഷിച്ചതിനുള്ള നന്ദിയായിട്ടാണ് ഈ 3 ഇടിയും താൻ കൊണ്ടത്. ഇനിയാണ് ശരിക്കുള്ള ഫൈറ്റ് തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞ് ബിങ്ഷു തിരിച്ച് അവനുമായി ശക്തമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയത്ത് പിയാൻ്റെ ശരീരത്തിലേക്ക് അവളുടെ കയ്യിലിരിപ്പുണ്ടായിരുന്ന ടാനറുടെ സോൾ കയറുന്നു. അങ്ങനെ ടാനർ തിരികെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. കണ്ണുറന്നപ്പോൾ ടാനർ വീണ്ടും തനിക്ക് മനുഷ്യരൂപം കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് മുകളിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ബിങ്ഷുവിനെ ഉറക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ആകാശത്തായതുകൊണ്ട് തന്നെ ബിങ്ഷു ഇത് കേൾക്കുന്നില്ല. അവൾ ഇങ്ങനെ ഓടി മറ്റൊരു ഭാഗത്തേക്ക് വന്നപ്പോഴേക്കും ഷാവോയും ഷാമുവും അവളെ കാണുന്നുണ്ട്. ഷാവോ ആദ്യം കരുതിയത് പിയാനാണ് എന്നാണ്. പക്ഷേ ഷാവോയെ കണ്ടപ്പോൾ ടാനർ സന്തോഷത്തോടെ ഞാൻ ടാനറാണ്, ബിങ്ഷുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വാളാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഹോങ്ങയും ബിങ്ഷുവും തമ്മിലുള്ള ഫൈറ്റ് ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ബിങ്ഷു ഹോങ്ങയെ ഒന്ന് കുത്തുന്നുണ്ട്. ഹോങ്ങെ മരിച്ചു എന്നാണ് ബിങ്ഷു കരുതുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ശരിക്കുള്ള ഹോങ്ങയല്ല, അവൻ്റെ ഒരു ഡ്യൂപ്പ് മാത്രമായിരുന്നുവെന്ന് ബിങ്ഷു അറിയുന്നത്. അങ്ങനെ ഇവർ തമ്മിലുള്ള ഫൈറ്റ് കൂടുതൽ സ്ട്രോങ് ആയി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ എങ്ങനെയെങ്കിലും തടയണമെന്ന് ടാനർ ഷാവോയോട് പറയുന്നു. അപ്പോഴേക്കും ബിങ്ഷുവിൻ്റെ അസിസ്റ്റൻറ്റും ഹേവും കൂടി ടാനറെ വന്ന് പിടികൂടി തടവിലാക്കാൻ ശ്രമിക്കുന്നു. അവളെ ഉപയോഗിച്ച് ബിങ്ഷുവിനെ കൺട്രോളിലാക്കുകയാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ ഷാവോ അങ്ങോട്ടേക്ക് എത്തി ടാനറെ രക്ഷപ്പെടുത്തുന്നു. ഷാമു അവരുമായി ഫൈറ്റ് ചെയ്യുന്നുമുണ്ട്. ഈ ഫൈറ്റിനിടയിൽ ഷാമുവിന് നന്നായി പരിക്കേൽക്കുന്നു. അപ്പോഴേക്കും ടാനറെ സ്വതന്ത്രമാക്കിയിട്ട് ഷാവോയും അവൻ്റെ സഹായത്തിന് എത്തുന്നുണ്ട്. ബിങ്ഷുവിൻ്റെ അസിസ്റ്റന്റിനെ അവൾ താഴേക്ക് തള്ളിയിട്ട് കൊല്ലുന്നു. അതേപോലെ തന്നെ ഹേവുവിനെയും
അവൾ നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഷാമുവിന് നല്ല രീതിയിൽ പരുക്ക് പറ്റിയിരുന്നു. ബിങ്ഷുവിനും ഈ സമയത്ത് കാര്യമായ രീതിയിൽ പരുക്ക് പറ്റിയിരിക്കുന്നു. ഈ ഫൈറ്റ് മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് തോന്നുന്നതിനാൽ ഷാവു തൻ്റെ ശക്തി ഉപയോഗിച്ച് ഇവരെ രണ്ടുപേരെയും തമ്മിൽ അകറ്റുന്നുണ്ട്. ടാനറും അവിടെ നിന്ന് ബിങ്ഷുവിനെ ഉറക്കെ വിളിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അവരെ കാണുന്നു. ടാനർ കണ്ടപ്പോൾ ബിങ്ഷു കരുതിയത് അത് പിയാനാണ് എന്നാണ്. അങ്ങനെ അവൾ സേഫായിരിക്കുന്ന കണ്ട് വേഗം അവളുടെ അടുത്തേക്ക് വരുന്നു. ഹോങ്ങിയെ ഷാവുയുടെ അടുത്തേക്കും എത്തുന്നുണ്ട്. ബിങ്ഷു ടാനറേയും കൊണ്ട് വേഗം അവിടെ നിന്ന് പോകുന്നു. ഹോങ്ങിയെ ഷാമുവിൻ്റെ അടുത്തേക്കും ചെല്ലുന്നുണ്ട്. അവനെ രക്ഷപ്പെടുത്താനായി ഹോങ്ങിയെ ശ്രമിക്കുന്നു. ഷാമു ഈ സമയത്തും അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇനി ഞങ്ങളെ രണ്ടുപേരെയും കൂടി രക്ഷിക്കാൻ സാധിക്കില്ല. ഞാൻ പോയാലും ഷാമിങ് ഈ ശരീരത്തിലുണ്ടാവും. അവനെ നന്നായി കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഹോങ്ങിയോട് യാത്ര പറഞ്ഞിട്ട് ഷാമു മരിക്കുകയാണ്. അവൻ്റെ സോൾ ശരീരം വിട്ടു പോയതോടെ ഷാമിങ് പുറത്തു വരുന്നു. ഇനി ഞാൻ മാത്രമേ ഈ ശരീരത്തിലുള്ളൂ. ഷാമു ഇവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞ് ഷാമിങ് ഉറക്കെ കരയുന്നുണ്ട്. ഹോങ്ങിയുടെയും ഷാമുയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. പിയാനയും കൊണ്ട് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ബിങ്ഷു ആളെ പിടിച്ചു നിർത്തി അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്താണ് താൻ പിയാനല്ല ടാനറാണ് എന്ന് അവൾ പറയുന്നത്. പക്ഷെ ബിങ്ഷുവിന് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചെറുപ്പത്തിൽ അവർ തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്ന ചില കാര്യങ്ങൾ ടാനർ പറയുന്നുണ്ട്. അതോടെ അത് ടാനർ തന്നെയാണ് എന്ന് ബിങ്ഷുവിന് ബോധ്യപ്പെടുന്നു. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവന് മനസ്സിലാവുന്നില്ല. ടാനർ തിരികെ വന്നതിൽ സന്തോഷമുണ്ടെങ്കിലും പിയാൻ എവിടെയെന്ന് അവൻ ചോദിക്കുന്നു. ടാനർക്ക് അതിനെപ്പറ്റി അറിയാമായിരുന്നില്ല. ഞാൻ ഉണർന്നപ്പോൾ പിയാൻ ഓൾറെഡി പോയി കഴിഞ്ഞിരുന്നു. ചിലപ്പോൾ അവളുടെ സോൾ നശിച്ചു കാണണം. അവളുടെ അവസാനത്തെ ആഗ്രഹം നമ്മൾ തമ്മിൽ വീണ്ടും കാണണമെന്നുള്ളതായിരുന്നു എന്നൊക്കെ ടാനർ പറയുന്നു. ഇതിനു വേണ്ടിയിട്ടായിരുന്നു പിയാൻ തൻ്റെ കയ്യിൽ നിന്ന് ടാനറെ വാങ്ങി വെച്ചത് എന്ന് അറിഞ്ഞപ്പോൾ ബിങ്ഷു അവിടെ ഇരുന്ന് ഉറക്കെ കരയാൻ തുടങ്ങുന്നു. ടാനർ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു. പിയാനെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമമുണ്ടെങ്കിലും ടാനർ തിരികെ കിട്ടിയതിൻ്റെ ആശ്വാസം ബിങ്ഷുവിനുണ്ട്. അതുകൊണ്ട് തന്നെ തിരികെ പോകാമെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി ഹോങ്ങിയും ഷാവോയും ഒക്കെ നിൽക്കുന്നിടത്തേക്ക് ചെല്ലുന്നു. ബിങ്ഷു തൻ്റെ കൈവശമുണ്ടായിരുന്ന കുൻലൻ മിററിൻ്റെ ആ 3 ഭാഗങ്ങളും അവർക്ക് നൽകിയിട്ട്, ഇനി യൂലി സ്പ്രിങ്ങുമായിട്ടോ ഈ മിററുമായിട്ടോ ഒന്നും എനിക്ക് യാതൊരു കണക്ഷനുമില്ല. ഞാൻ ചെയ്ത പാപങ്ങളുടെ പ്രായച്ചിത്തം ഞാൻ തന്നെ എൻ്റേതായ രീതിയിൽ ചെയ്ത് തീർത്തോളാം. ഇനി ഈ കാര്യങ്ങളിലൊന്നും ഞങ്ങൾ രണ്ടുപേരും ഇടപെടുന്നതായിരിക്കില്ല എന്ന് അവരെ അറിയിക്കുന്നുണ്ട്. ഹോങ്ങിയെ തന്നെ അത് ഏൽപ്പിച്ചിട്ട് അവർ അവിടെ നിന്ന് പോകുന്നു. ഹോങ്ങിയെ ആ 3 ഭാഗങ്ങൾ കൂടി ബാക്കിയുണ്ടായിരുന്നതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെ കുൻലൻ മിറർ പൂർത്തിയാവുന്നു. ഷാവോയും ഹോങ്ങിയും കൂടി ഒരുമിച്ച് തൊട്ടപ്പോൾ കുൻലൻ മിറർ അവർക്ക് യൂലി സ്പ്രിങ്ങിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് അതിനുള്ളിലേക്ക് കടക്കുന്നുണ്ട്. മുമ്പ് ഇതിനുള്ളിൽ കയറിയ ഓർമ്മ ഷാവോയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നതിനാൽ അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് അവൾ പറയുന്നു. ഹോങ്ങിക്ക് ഈ സമയത്ത് അവൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ ഓർമ്മകളെല്ലാം തിരികെ കിട്ടുന്നുണ്ട്. അങ്ങനെ 10,000 വർഷങ്ങൾക്ക് മുമ്പ് താൻ ചെയ്ത ക്രൂരതയെക്കുറിച്ച് അവനിപ്പോൾ ശരിക്കും ബോധ്യം വരുന്നു. ചെയ്തുപോയ തെറ്റുകൾക്ക് അവൻ ഷാവോയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 10,000 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ ഈ ബാക്കിയുള്ള ജീവിതം കൊണ്ട് തന്നെ തങ്ങൾക്കിടയിലുള്ള കടപ്പാടുകളെല്ലാം തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഷാവോ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്താണ് കുൻലൻ മിറർ ഒരിക്കലും നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റില്ല. മനുഷ്യനുള്ളിടത്തോളം കാലം മനുഷ്യരുടെ ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കുൻലൻ മിററിൻ്റെ നിലനിൽപ്പിന് കാരണമാവും. അതുകൊണ്ട് ഇത് നശിപ്പിക്കാമെന്നുള്ളത് വ്യാമോഹമാണ് എന്നൊക്കെ ഒരു അശരീരി അവർ കേൾക്കുന്നത്. അങ്ങനെ കുൻലൻ മിറർ നശിപ്പിക്കാൻ സാധിക്കില്ലെങ്കിൽ ഇത് മനുഷ്യരും ഡീമൺസും ഒന്നും കണ്ടെത്താതിരിക്കാൻ ഒരു വഴി ഹോങ്ങിയെ തന്നെ പറയുന്നുണ്ട്. ആ കുൻലൻ മിറർ തൻ്റെ ശരീരത്തിലാക്കി സീൽ ചെയ്യുക, എന്നിട്ട് തന്നെയും അതേപോലെ എവിടെയെങ്കിലും സീൽ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ആർക്കും ഒരിക്കലും ഇത് കണ്ടെത്താൻ സാധിക്കുകയില്ലല്ലോ. പക്ഷേ ഷാവോ ഇതിനെ എതിർക്കുന്നുണ്ട്. അവൻ അങ്ങനെ ചെയ്യുന്നത് അവൻ്റെ മരണത്തിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അവൾ ഇതിന് സമ്മതിക്കുന്നില്ല. ഹോങ്ങിയെ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അടുത്തേക്ക് പിടിച്ച് അവളുടെ നെറ്റിയിലേക്ക് ചേർക്കുന്നു. എന്നിട്ട് അവളുടെ ശ്രദ്ധ മാറിയ സമയത്ത് അവളെ അവിടെ നിന്ന് പുറത്തേക്ക് തള്ളി എറിയുന്നുണ്ട്. ഇതെല്ലാം തുടങ്ങിയത് ഞാൻ കാരണമാണ്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് അവൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഷാവോ പുറത്തെത്തിയപ്പോഴേക്കും ആ വാതിൽ തന്നെ അടയുകയും ചെയ്യുന്നു. അതിൻ്റെ അറ്റത്തായി അവൾക്ക് ഹോങ്ങിയെ കാണാൻ സാധിക്കുന്നുണ്ട്. അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് നിന്ന് മുഖത്ത് തൊടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അധികം വൈകാതെ അവൻ്റെ ശരീരം ഇല്ലാതെയാവുന്നു. ഷാവോ അവിടെ ഇരുന്ന് ഉറക്കെ കരയാനും തുടങ്ങുന്നു. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഡീമൺ വാലിയാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ പുതിയതായിട്ടുള്ള മൈനർ ഡീമൺസിനൊക്കെ പഠിപ്പിക്കുന്നത് ബാംബുവാണ്. വുഹാൻ അവൻ്റെ മാസ്റ്ററായിരുന്ന ഹേവുവിൻ്റെ വടി ഒരു ഓർമ്മയ്ക്കായി ഇപ്പോഴും കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ലൗലോ മൈനർ ഡീമൺസിനോടൊക്കെ പഴയ കഥകളൊക്കെ പറഞ്ഞ് സമയം ചെലവഴിക്കുന്നു. പക്ഷേ എപ്പോൾ കഥകൾ പറഞ്ഞു തുടങ്ങിയാലും അവസാനം അവൻ കരയാറുണ്ട്. പഴയ ഓർമ്മകളൊക്കെ അവനെ അത്രമാത്രം വേദനിപ്പിക്കുന്നു. ഷാമു മരിച്ചെങ്കിലും ഷാമിങ് ഇപ്പോഴും അവൻ കൂടെയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാമുവിൻ്റെയും ഹോങ്ങിയുടെയും വേർപാട് അവനെ വല്ലാതെ വിഷമത്തിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് മിക്കവാറും അവനും ദുഃഖത്തിൽ തന്നെയാണ്. ഷാവു ഇപ്പോഴും ഡീമൺ വാലിയിൽ തന്നെയുണ്ട്. അവൾ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് അറിയുന്ന വിശേഷങ്ങൾ ഹോങ്ങി ഇപ്പോഴും എവിടെയോ ജീവനോടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ അവനൊരു കത്ത് പോലെ എഴുതി അയക്കും. മനുഷ്യരുടെ ഇടയിലെ പഴയ രാജാവ് മരിച്ചിരിക്കുന്നു. ഇപ്പോൾ പുതിയ രാജാവാണ്. അദ്ദേഹത്തിന് ഇമ്മോർട്ടാലിറ്റിയോടൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഇടയിൽ ഇപ്പോൾ സമാധാനമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഡീമൺ വാലിയിലെ മുമ്പത്തെ മൈനർ ഡീമൺസൊക്കെ ഇപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കുന്നു. പുതിയതായിട്ടുള്ള മൈനർ ഡീമൺസിനെയൊക്കെ അവരാണ് പഠിപ്പിക്കുന്നത് എന്ന് തുടങ്ങിയ സകല വിശേഷങ്ങളും
ഹോങ്ങിയോടെന്ന പോലെ ഷെയർ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അവൻ മുമ്പ് ഉണ്ടാക്കി കൊടുത്തിരുന്ന നൂഡിൽസും അവൾ തനിയെ ഉണ്ടാക്കി കഴിക്കും. ഇതൊക്കെ ചെയ്തുകൊണ്ട് അവൾ ആ റൂമിൽ തന്നെ അടച്ചൊരേ ഇരിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഷാമിങ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ മനുഷ്യരുടെ ഇടയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ മനുഷ്യരുടെ ഇടയിലെ കാഴ്ചകളൊന്നും ഷാവോയെ ഇപ്പോൾ സന്തോഷിപ്പിക്കുന്നില്ല. അവിടെ എത്തിക്കഴിയുമ്പോൾ മുമ്പ് ഹോങ്ങിക്കൊപ്പം അവിടെ ചെലവഴിച്ച നിമിഷങ്ങളാണ് അവളുടെ മനസ്സിലേക്ക് വരിക. അങ്ങനെ അവൾ മടുത്ത് തിരികെ പോകും. ഇതിനിടയിൽ അവൾ മറ്റൊരു പുതിയ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം 3 വർഷങ്ങളുടെ ശ്രമങ്ങൾക്കൊടുവിൽ അവൾ അത് നല്ല രീതിയിൽ പഠിച്ചെടുക്കുന്നു. ആ സമയത്ത് അവൾ ഷാമിങ്ങിൻ്റെ അടുത്തെത്തി ടൈം റിവേഴ്സ് ആരെ ആക്ടിവേറ്റ് ചെയ്യാൻ തന്നെ ഹെൽപ്പ് ചെയ്യാനായി ആവശ്യപ്പെടുന്നു. പക്ഷേ അത് അപകടം പിടിച്ച കാര്യമാണ് എന്ന് പറഞ്ഞ് അവൻ ആദ്യം അതിന് തയ്യാറാവുന്നില്ല. പുസ്തകങ്ങളിൽ മാത്രം വായിച്ചു കേട്ടിട്ടുള്ള ഒരു പഴയ ടെക്നിക്ക് ഞാനിപ്പോൾ നന്നായി പഠിച്ചെടുത്തിരിക്കുകയാണ്. അതുപയോഗിച്ച് എൻ്റെ മെമ്മറിയിലുള്ള ഏത് സമയത്തേക്ക് വേണമെങ്കിലും എനിക്ക് തിരികെ പോകാൻ സാധിക്കും. 3 വർഷമായി ഞാനിത് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇപ്പോൾ നന്നായി പഠിച്ചെടുത്തിരിക്കുന്നു. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ധൈര്യം കൊടുത്തപ്പോൾ അവൻ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവൻ്റെ സഹായത്തോടെ ആ ടൈം റിവേഴ്സ് ആരെ ആക്ടിവേറ്റ് ചെയ്ത് ഷാവോ പഴയ കാലത്തേക്ക് തിരികെ പോവുകയാണ്. അവൾ പോയത് ഡീമൻ വാലിയിൽ അവൾ എത്തിയതിനു ശേഷം ഉള്ള സമയത്തേക്കായിരുന്നു. അവിടെ അവളുടെ മുറിക്കുള്ളിൽ ഹോങ്ങി അവളെ വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു അവൾ എത്തിപ്പെട്ടത്. അങ്ങനെ ആ മുറി തുറന്ന് നോക്കിയപ്പോൾ അവിടെ ഹോങ്ങി അവൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനെ മീറ്റ് ചെയ്ത സമയത്ത് മുറി മാറിപ്പോയി എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നല്ലോ. അതേപോലെ ഇപ്പോഴും അവൾ ചെയ്യുന്നുണ്ട്. ഹോങ്ങിയെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം അവൾക്കുണ്ട്. മുമ്പ് ചെയ്തതുപോലെ അവൾ വീണ്ടും ആ സന്തോഷത്തോടെ തന്നെ ആ മുറിയിലേക്ക് ചെല്ലുന്നു. അവൾക്ക് വേണ്ടി അവനവിടെ ബെഡൊക്കെ ഒരുക്കുകയും ആ മുറി നന്നായി അലങ്കരിക്കുകയും ചെയ്തിരുന്ന സമയമാണത്. അന്ന് പറഞ്ഞ ഡയലോഗൊക്കെ തന്നെ ഹോങ്ങി ഇപ്പോൾ വീണ്ടും പറയുന്നു. കാര്യങ്ങളെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യുമല്ലോ എന്ന സന്തോഷത്തോടെ ഷാവോ പുഞ്ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഈ ഓർമ്മകളിലൂടെ വീണ്ടും ഹോങ്ങിയെ കാണും. അവർ സന്തോഷത്തോടെ മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൺക്ലൗഡഡ് സോൾ എന്ന ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. ഷാവോയുടെ ആദ്യത്തെ 2 ലൈഫൊക്കെ കുറച്ച് ബോറിംഗ് ആയി തോന്നിയെങ്കിലും 3ാമത്തെ ലൈഫ് നല്ല എക്സൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നെക്സ്റ്റ് ഡ്രാമ പെർസ്യൂട്ട് ഓഫ് ജെയ്ഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കുറച്ച് പേരൊക്കെ മോഡേൺ ഡ്രാമ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് വേണമെന്ന് എല്ലാവരും കമൻസിലൂടെ അറിയിക്കുമല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഗീവ് അവേ കുറിച്ചാണ്. നമ്മളൊരു ഗീവ് അവേ നടത്തിയിട്ട് 3 വിന്നേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിന്നേഴ്സ് കോൺടാക്ട് ചെയ്യാനുള്ള മെയിൽ ഐ ഡിയും ഇൻസ്റ്റ ഐ ഡിയും ഒക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല. അടുത്ത 1 ദിവസം കൂടി വെയിറ്റ് ചെയ്യാം. അതിനുള്ളിൽ കോൺടാക്ട് ചെയ്യുന്നില്ല എങ്കിൽ അടുത്ത വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. പുതിയ വിന്നേഴ്സിനെ മറ്റൊരു വീഡിയോയിലൂടെ ഉടനെ അനൗൺസ് ചെയ്യുന്നതുമാണ്. അപ്പോൾ അടുത്തതായി കണ്ട ഡ്രാമ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു പുത്തൻ ഡ്രാമയുമായി വീണ്ടും കാണാം.